ലെമൻ്റെ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 500 മില്ലിഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അതിനെ നന്നായിട്ട് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ മൈദയും ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ തരിയൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ ടേസ്റ്റുള്ളൊരു ഗീ കേക്കാണ്, നെയ്യ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, എല്ലാം അരിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ഇട്ടോളൂ. ഇത് ഈ 500 മില്ലിഗ്രാം മൈദയ്ക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ടേബിൾ സ്പൂൺ ഇടാം. ഇവിടെ ഞാനൊരു 6 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായി പൊടിച്ച് കൊണ്ടുവരാം. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആശീർവാദിൻ്റെ നെയ്യ്, നല്ല പ്യൂറായിട്ടുള്ള നെയ്യാണ്. അപ്പോൾ അത് ഞാനൊരു ചെറിയ ബോട്ടിൽ തന്നെ വാങ്ങിയിട്ടുള്ളൂ. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രയാണ്. ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ നെയ്യ് തന്നെ ഉപയോഗിച്ചിട്ട് നല്ല ഗീ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതും രണ്ടും പഞ്ചസാരയും നെയ്യും കൂടി ഞാൻ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നതാണിത്. ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർക്കാം. മുട്ട കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മുട്ട കൂടെ അടിച്ചിട്ട് വീണ്ടും ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് നമ്മൾ 1 ടീസ്പൂൺ, കൂടുതൽ ചേർക്കരുത്. വാനില എസൻസിൻ്റെ മണം കൂടുതലായിട്ട് വരും. 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം തണുപ്പിച്ച് ആറ്റി എടുത്തിട്ടുള്ള പാല്, ഫ്രിഡ്ജിൽ വെച്ച പാൽ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി വീണ്ടും നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ബാറ്റിൽ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അവിടെ മൈദയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ അരിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് മിക്സിയിലേക്ക് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് എല്ലാം മിക്സിയിൽ തന്നെ അടിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടില്ല, എല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി ബബിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ബബിൾസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം. അപ്പോൾ ഈ പരുവത്തിൽ വേണം, ഈ പാകത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആ കേക്കിൻ്റെ പേസ്റ്റ് ഇതാണ് നമുക്കിവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പേപ്പറിൽ തന്നെ എണ്ണ തേച്ചിട്ട് അതും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ പകുതി ഒഴിച്ചാൽ മതി. മുഴുവനായി ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് ഒരുപാട് പൊന്തിപ്പോവും. അപ്പോൾ ഈ പാത്രത്തിൻ്റെ പകുതിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓവൻ നേരത്തെ തന്നെ ഒന്ന് ചൂടാക്കി നന്നായിട്ട് ഒരു അരമണിക്കൂർ മുമ്പേ ഓവൻ ചൂടാക്കി വെച്ചിട്ട് 180 ഡിഗ്രിയിൽ 30 ഡിഗ്രിയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവനിൽ വെക്കുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് സമയം, 180 ഡിഗ്രി 30 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെയ്യ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഗീ കേക്ക് ഞാൻ മുറിച്ച് കാണിക്കുകയാണ്. നന്നായിട്ടുണ്ടാകും, നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. നെയ്യൊക്കെ വളരെ കുറച്ച് ആവശ്യമുള്ളൂ, എന്നാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കണ്ടില്ലേ, നല്ലതായിട്ട് സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ അതേ കണ്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സ്പോഞ്ചായിട്ട് കിട്ടും. നല്ല കേക്ക് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഓവൻ ഇല്ല എങ്കിൽ കുക്കറിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.